നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. നിയമസഭയിലെ സംഘർഷ കേസിൽ സർക്കാരിന് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. വാച്ചൻ വാർഡിന്റെ എല്ല് പൊട്ടി എന്ന് പറഞ്ഞാണ് പ്രതിപക്ഷ MLA-മാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നത്. ഇതോടെ ഇന്നിപ്പോൾ പൊട്ടൽ ഇല്ലെന്നുള്ള റിപ്പോർട്ട് പോലീസിന് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ FIR പുതുക്കി നൽകാനുള്ള ആലോചനയിലാണ് സർക്കാർ. ന്യൂസ് 18 പൊതുവേദി പരിശോധിക്കുന്നു. സഭയിൽ എല്ലൊടിഞ്ഞോ സർക്കാരിന്? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. സ്വാഗതം. ബാലകൃഷ്ണൻ ചേരുന്നു വടകരയിൽ നിന്ന്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? സർക്കാരിന്റെ കാര്യത്തിൽ സഭയിലെ ഈ വിഷയത്തിൽ എല്ലൊടിഞ്ഞു എന്ന് പറഞ്ഞ് എടുത്തിരുന്ന FIR-ൽ ഇപ്പോൾ തിരുത്തലുണ്ടായിരിക്കുന്നു. താങ്കളുടെ അഭിപ്രായം എന്താണ്? എന്താ അഭിപ്രായം പറയാനാ മാഡം? ഇതാണ് വിഷയം എന്ന് അറിയില്ലായിരുന്നു. ഇതാണെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറില്ലായിരുന്നു. കാരണം കേരള നിയമസഭയിലെയും കേരള സർക്കാരിന്റെയും കാര്യത്തിൽ എന്ത് പ്രതികരിക്കണം നമ്മൾ കണ്ടതിശയപ്പെടുവെന്നല്ലാതെ എല്ലാം കാത്തിരുന്ന് കാണും, അത്ര തന്നെ പറയാനുള്ളൂ. ശിവദാസൻ ചേരുന്നു ബാലരാമപുരത്ത് നിന്ന്. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് തോന്നുന്നുണ്ട് സഭയിൽ സർക്കാരിന്റെ എല്ലൊടിഞ്ഞു എന്ന്? നമസ്കാരം മാഡം. തീർച്ചയായും അത് എല്ലൊടിഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നട്ടലാണ് ഒടിഞ്ഞത്. കാരണം ജനങ്ങൾ വോട്ട് കൊടുത്ത് ഇത്രയും പുരുഷത്തോട് അധികാരത്തിൽ കയറിയ ഈ പാവപ്പെട്ട ഗവൺമെന്റ് ജനങ്ങളെ കാര്യം മനസ്സിലാക്കാതെയും സാധാരണക്കാരന്റെ ജീവിതം മനസ്സിലാക്കാതെയും കേരള സ്ഥിതി വ്യവസ്ഥകൾ ഭരണത്തെ തൃപ്തിപ്പെട്ടതെയും ഇവർ കാണിക്കുന്ന കൊള്ളയടി എല്ലാ വെളിച്ചമാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് എന്തോന്നാണ് മാഡം? ഇതെന്തോന്നാ? ഇതാണ് ജനാധിപത്യം. ഇവർ ഇറങ്ങി നടക്കുക. ഇവർക്ക് മാനക്കേടില്ല, അഭിമാനമില്ലേ? ജനങ്ങളെ വോട്ടും മേറ്റ് വന്നിട്ട് എന്ത് ന്യായം പറയണം? എല്ലൊടിഞ്ഞ വിഷയം ഇരിക്കട്ടെ. അത് അവർ പല പച്ചക്കള്ളവും പറയും. പാട്ടിനെ പട്ടിയാക്കും, പട്ടിയെ കോഴിയാക്കും, സ്വന്തം അമ്മ വരെ ഒറ്റ കൊടുത്ത് വോട്ട് പിടിക്കും. CPM LDF-നുണ്ട്. അത് അവർ ന്യായമാണ്. കടക്കുന്നു. മുഹമ്മദ് ചേരുന്നു മഞ്ചേരിയിൽ നിന്ന്. മുഹമ്മദ്, ഇന്നിപ്പോൾ ഈ സംഘർഷ കേസിൽ സർക്കാരിന് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. റിപ്പോർട്ട് പോലീസിന് സമർപ്പിച്ചിരിക്കുന്നു. എല്ലൊടിഞ്ഞിട്ടില്ല വാച്ചൻ വാർഡിന്റെ എന്നുള്ളതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? എന്റെ അഭിപ്രായം ഇപ്പൊ രണ്ടാളവിടെ പറഞ്ഞു. ആ പറഞ്ഞതിന്റെ നേരെ എതിരെ അഭിപ്രായമുണ്ട്. കാരണം എന്ന് വെച്ചാല് ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ ഇത് ഇടതുപക്ഷ സർക്കാരാണ്. ഇത് ജനത്തിനെ ചേർത്ത് പിടിച്ച് ഒരു നല്ല ഭരണം കാഴ്ചവെച്ചുകൊണ്ടാണ് രണ്ടാം പ്രാവശ്യം കിട്ടിയത്. ഈ കിട്ടിക്കഴിഞ്ഞ് മൂന്നാം പ്രാവശ്യം കിട്ടും. അപ്പൊ എങ്ങനെയെങ്കിലും ഈ സർക്കാരിനെ ഒന്ന് തുന്നം പാടിപ്പിക്കണം, ഇവരൊന്ന് ഇറക്കി വിടണം എന്നുള്ള ഈ ഒരു ഒറ്റ ചിന്തയും ചോദ്യം നിയമസഭയ്ക്കാണ് വരുന്ന പോലെ മറ്റേ പാർട്ടി അതിന് പോലെ അപ്പൊ മറ്റേ പാർട്ടി പുറത്തൊന്നും ഉണ്ടാവും. അങ്ങനെ പോലെ രണ്ട് പാർട്ടികളും പാടെ ഈ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന്റെ അടിയിലോ അല്ലെങ്കിൽ ബാരിക്കേഡിന്റെ മുകളിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മുകളിലോ ആയിട്ട് ഒച്ചയും പൊളിയും കച്ചറി അങ്ങനെ ഉണ്ടാക്കുക. പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടല്ലോ. ആ പ്രതിഷേധമാണ് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം ഉയർത്തുന്നത്. ജയകുമാർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ജയകുമാർ, താങ്കളുടെ അഭിപ്രായം എന്താണ്? നേരത്തെ എടുത്തിരുന്ന ഈ ജാമ്യമില്ലാ വകുപ്പുകളൊക്കെ വീണ്ടും മാറ്റി പുതിയ FIR എന്നുള്ള ആലോചനയിലേക്ക് വരെ സർക്കാർ എത്തിയിരിക്കുന്നു. താങ്കളുടെ അഭിപ്രായം? ഈ സഭാ ടിവിയിൽ ഈ പരിപാടികളൊക്കെ പുറത്ത് കാണിക്കാതിരിക്കുന്നത് അവരുടെ തോന്നിയാസവും കൊള്ളയ്ക്കും വേണ്ടിയാണ്. ഇവരുടെ തോന്നിയാസത്തിനും കൊള്ളയ്ക്കും വേണ്ടിയാണ്. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. സഭാ ടിവിയില് ഒന്നും പുറത്ത് കാണിക്കാത്ത അവരുടെ തോന്നിയാസത്തിനും കൊള്ളയ്ക്കും വേണ്ടി മാത്രമാണ്. സത്യസന്ധമായി ഇതുവരെ ഒരു കേസ് ഈ സർക്കാർ എടുത്തിട്ടില്ല. എന്ത് പീഡനം വന്നാലും പിടിച്ചു വന്നാലും അതിനെതിരെയാണ് അവർ കേസ് എടുക്കുന്നത്. അല്ല, അതിനനുകൂലമായി അവർ കേസ് എടുക്കാറില്ല. ശ്രീമതി രമയുടെ കൈ ഒടിഞ്ഞെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരെ കൊലക്കുറ്റത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. അവരെ ജാമ്യമില്ലാ വകുപ്പുകാരെ അവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്, മറ്റവർക്ക് പാരിതോഷികവും. ഇതാണ് ഈ സർക്കാർ. സഹാക്കന്മാർക്ക് മാത്രം നല്ല സർക്കാർ. ബാക്കി ജനങ്ങളെ കൊള്ളയടിച്ച് പട്ടിണി 1-ാം തീയതി കഴിഞ്ഞാൽ ആകെ തരികട പരിപാടിയാക്കിയിട്ട് മാറ്റിയ സർക്കാർ. സഹാക്കന്മാർക്ക് എന്ത് സുഖമാണെന്ന് ഒരു പിടിപാടുമില്ല. ഇങ്ങനെ ദ്രോഹിച്ച ഒരു സർക്കാർ ഇവരുടെ പാർട്ടിയുടെ ഭരണകാലത്ത് പോലും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഇതിനെ അടുത്തവണയും ജയിക്കണം. അടുത്തവണയും ജയിച്ചിട്ട് ഇത് എല്ലാ പ്രാവശ്യവും ജയിക്കണം. ജനങ്ങളെന്ന് പറഞ്ഞ സാധനം ഇവിടെ ഉണ്ടാകരുത് പാർട്ടിക്കാരെന്നാണ്. ഇത്ര എനിക്ക് പറയാം. ശരി, ജിതിൻ ചേരുന്നു പാലക്കാട് നിന്ന്. ജിതിൻ, ഈ സഭ ഈ തവണ ചേർന്നത് മുതൽ തന്നെ ഓരോ ദിവസവും പുതിയ പുതിയ പ്രശ്നങ്ങളാണ്, വിവാദങ്ങളാണ്, പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളാണ്. അതിനിടയ്ക്കായിരുന്നു ഈ വാച്ചൻ വാർഡിന്റെ കൈ ഒടിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ജാമ്യമില്ലാ വകുപ്പ് MLA-മാർക്കെതിരെ ചുമത്തിയിരുന്നത്. എന്നാൽ അത് സംഭവിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയുന്നത്. അതായത് ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു വോട്ടർ അല്ലെങ്കിൽ ഒരു നികുതിദായകൻ എന്ന രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായും കൊടുക്കുന്ന നികുതിയാണ് ഇവർ ഓരോ നിയമസഭ കൂടാനും
അതിന്റെ വേണ്ടി ചെലവുകൾക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിൽ തീർച്ചയായിട്ടും ജനങ്ങളോട് ഉത്തരം പറയേണ്ട ബാധ്യത സർക്കാരിനും ഓരോ MLA-മാർക്കും ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഉണ്ട്. ഈ നിയമസഭ അവിടെ ഒരു കാര്യവും ചെയ്യാതെ വെറുതെ ബഹളം ഉണ്ടാക്കിയിട്ട് പോകുന്നത് അത് ചെയ്യുന്നത് വളരെ തെറ്റാണ്. കാരണം ഇത് നോക്കുമ്പോൾ നമുക്ക് പ്രതിപക്ഷം അവിടെ പ്രതിഷേധം, സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം ആരിരുന്നാലും പ്രതിഷേധം വരും. അതിന്റെ കാര്യങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. പിന്നെ ഈ നിയമസഭയിൽ നടക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും വോട്ടർമാർക്കും നികുതിദായകർക്കും അറിയാനുള്ള അവകാശമുണ്ട്. ഇപ്പൊ നമുക്ക് നോക്കിയ സഭാ ടിവിയിൽ പ്രതിപക്ഷ ചിത്രങ്ങളൊന്നും, അവിടെ നടക്കുന്ന പ്രതിപക്ഷ പ്രക്ഷോഭങ്ങൾ, അതായത് പ്രതിഷേധങ്ങളൊന്നും കാണിക്കുന്നില്ല. അപ്പൊ ഇവര് താരതമ്യം ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിൽ കാണിക്കുന്ന അതുപോലെയാണ് കാണിക്കുന്നതെന്നാണ്. പക്ഷെ വാസ്തവത്തിൽ അങ്ങനെയാണോ? അല്ല. ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ അതും കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ മറ്റൊരു കാര്യമാണ്, മുമ്പ്, അതായത് കോവിഡിന് മുമ്പ് നിങ്ങളെപ്പോലെ എല്ലാ ചാനലുകൾക്കും അവിടെ നിന്ന് സ്വന്തം, അതായത് നിങ്ങളുടെ തന്നെ ക്യാമറയിൽ ഈ ദൃശ്യങ്ങളെ പകർത്താൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് നിഷേധിച്ചിരിക്കുന്നു. അത് എന്തുകൊണ്ടാണ്? അതായത് അവിടത്തുള്ള ദൃശ്യങ്ങൾ, അതായത് ഒരു ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങൾ കാര്യങ്ങൾ കൂടുതൽ അറിയുമ്പോഴാണ് ജനാധിപത്യം ശക്തിപ്പെടുന്നത്. ഇല്ലെങ്കിൽ ശരി, ഞങ്ങൾ TV-കാർക്ക് കൊടുക്കണ്ട, അതായത് സ്വകാര്യ ചാനലുകൾ ക്യാമറ അനുവദിക്കണ്ട, എങ്കിൽ സഭാ TV കൃത്യമായിട്ട് ഈ ദൃശ്യങ്ങൾ കൊടുക്കണം. എന്തുകൊണ്ടോ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് സ്വന്തം അവകാശം നിഷേധിച്ചിട്ട് പോലും ആ പത്രസ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയാൻ എന്തുകൊണ്ടോ കഴിയുന്നില്ല? പറയേണ്ടോന്ന് എനിക്കറിയില്ല. അത് നിങ്ങളാണ് അതിനെ കുറിച്ച് പറയേണ്ടത്. ശരി, ജോസഫ് ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. ജോസഫ്, താങ്കളുടെ അഭിപ്രായം എന്താണ്? എന്റെ അഭിപ്രായം തിരിച്ചൊരു ചോദ്യമാണ്. രാമയുടെയും തിരുവഞ്ചൂരിന്റെയും നടുവൊടിഞ്ഞു എന്നുള്ളതാണോ? രണ്ടാമത്തെ കാര്യം, ഈ ചീമേനിയിലെ 5 CPM-കാരെ വെട്ടിക്കൊന്നതിന്റെ വാർഷികമാണ് കോൺഗ്രസ്. ചുട്ടുകൊന്നു, വെട്ടിക്കൊന്നു, ചുട്ടും കൊന്നു. അതിന് ആ മരിച്ചുപോയ ആൾക്കാരുടെ ആത്മാവിനെ ഞാൻ ശാന്തി നേരിടും. പിന്നെ നമ്മുടെ ഈ ബിരിയാണി ചെമ്പ് തൊട്ട് പെട്രോൾ സോഴ്സ് വരെയുള്ള കരിങ്കൊടി പ്രകടനം കഴിഞ്ഞോ എന്നൊരു സംശയം കൂടി ചോദിക്കാനുണ്ട്. ഒന്നും കാണാനില്ലേ? ഓടിക്കേറലും ചാടിക്കേറലും മരത്തുമ്പോൾ ചാടി വീഴും, ആൺവേഷന്റെ പെൺകുട്ടി ചാടി വണ്ടിയുടെ അടിയിലേക്ക് കൂടി വയ്ക്കാൻ പോണതൊക്കെ കണ്ടിരുന്നു. ഇപ്പൊ ഒന്നും കാണാനില്ല. ശരി, അജയ് കുമാർ ചേരുന്നു ചങ്ങനാശ്ശേരിയിൽ നിന്ന്. ശ്രീ അജയ് കുമാർ, താങ്കളുടെ അഭിപ്രായം പറയാമോ? ഇത് യഥാർത്ഥ പ്രശ്നത്തിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാൻ LDF-ഉം UDF-ഉം കൂടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ബ്രഹ്മപുരം മാലിന്യ വിഷയത്തിൽ നിന്ന് നമ്മളിപ്പോ മാറിക്കഴിഞ്ഞു. നമ്മൾ നിയമസഭയിലെ എല്ല് പൊട്ടി മുടി വിഴുതു കേസിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. ബ്രഹ്മപുരത്ത് സംഭവിച്ചില്ല. അല്ല, ഞാൻ പറയുന്നത് പൊതുസമൂഹത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇടയ്ക്ക് റിപ്പോർട്ട് ചാനലൊക്കെ വരുന്നുണ്ട്, എന്നാലും ഞാൻ പറയുകയാണ്. പിന്നെ ബ്രഹ്മപുരത്ത് സംഭവിച്ചത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ മാത്രം, ഒരു ഭരണത്തിന്റെ മാത്രം അപാകതയല്ല. ഇന്നലെ വരെ ഭരിച്ച് എല്ലാവരുടെയും അപാകതയിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്ന സംഭവമാണ്. അതിനകത്തിൽ കോൺഗ്രസിനും അതിനകത്തിൽ ശക്തമായ ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്, പങ്കുണ്ട്. അതുപോലെ തന്നെ ഒരു വിവാദ വ്യവസായിയുടെ വീടുകളിൽ നമ്മുടെ ED റെയ്ഡ് നടക്കുന്നു. ആ ED റെയ്ഡിന് നടന്നപ്പോൾ അദ്ദേഹത്തെ LDF-ലെ ചില ഉന്നതന്മാരുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസ്താവനകൾ UDF-ന്റെ ഭാഗത്തു നിന്നുണ്ടായി. തൊട്ടടുത്ത ദിവസം UDF-ന്റെ തിരുവനന്തപുരം DCC സെക്രട്ടറിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നത് സെയിം സംഭവത്തിൽ. അപ്പോൾ ഇപ്പുറത്തുനിന്ന് അതേ രീതിയിൽ വരുന്നു. അത് എന്ന് പറയുമ്പോഴേ ഇത് എവിടെയോ വല്ലാതെ സംശയിക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥ വിഷയത്തിൽ നിന്ന് നമ്മൾ പൊതുസമൂഹം തെന്നി മാറുകയാണോ, തെന്നി മാറുന്നതിന് വേണ്ടിയാണോ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിയമസഭയിൽ ഉണ്ടാകുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ശരി, അജിത്ത് ചേരുന്നു മലപ്പുറത്ത് നിന്ന്. അജിത്ത്, താങ്കളുടെ അഭിപ്രായം പറയാമോ? എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ പറയുന്ന നിയമസഭയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ നടക്കരുതായിരുന്നു എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. പ്രതിപക്ഷം അടിയന്തര പ്രാധാന്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിക്കുക. അതിന് സ്പീക്കർ അനുമതി കൊടുക്കേണ്ട 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ KSRTC-യിൽ നിന്ന് തൊഴിൽ നഷ്ടപ്പെട്ടിട്ടിരിക്കുന്ന ഒരു എംപാനൽ അദ്ദേഹത്തിന്റെ കോൾക്കട്ടായി. ശശിധരൻ ചേരുന്നു വയനാട്ടിൽ നിന്ന്. ശശിധരൻ, ഇങ്ങനെയാണോ സഭ വേണ്ടത്? ഇപ്പൊ നേരത്തെ അജിത്ത് ചോദിച്ചതുപോലെ ഇങ്ങനെയൊക്കെയാണോ സഭ നടക്കേണ്ടത് എന്നൊരു കാര്യമുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഇല്ലാത്ത വകുപ്പ് ചുമത്തി, കേസ് ചുമത്തി FIR രജിസ്റ്റർ ചെയ്തു എന്നുള്ളത്. അതിപ്പോൾ തിരുത്തേണ്ട സാഹചര്യത്തിലേക്കും കടന്നിരിക്കുന്നു. എനിക്ക് പറയാനുള്ളത് വേറൊരു കാര്യമാണ് സഹോദരി. കേൾക്കണം ഇതോട് ചേർത്ത് വെച്ചിട്ടുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ എല്ല് പൊട്ടിയത് ഞാനൊരു 70 വയസ്സ് കഴിഞ്ഞ ആളാണ്. എന്റെ വയസ്സിന് 69 വയസ്സ്. ഞങ്ങളുടെ എല്ല് പൊട്ടിയിരിക്കുകയാണ് 2 കാലിൽ. ഞങ്ങളുടെ എല്ല് പൊട്ടിയിട്ട് ഞങ്ങൾക്ക് 3 മാസമായിട്ട് 10 പൈസ തരുന്നില്ല. ഇപ്പൊ ഗോവിന്ദ മാഷ് പറയുന്നത് വീട്ടമ്മമാർക്ക് കൂടെ പെൻഷൻ കൊടുക്കാൻ പോകുന്നു. അപ്പൊ ഇവിടെ 2 കോടിയുടെ എല്ലല്ല പൊട്ടിയത്. നാട്ടുകാരായ ഞങ്ങളെപ്പോലെ ജാഗാറായിരിക്കുന്നത് എല്ലാ പൊട്ടി. എത്ര പറയാറുള്ളൂ. ശരി, അനിൽകുമാർ ചേരുന്നു വട്ടിയൂർക്കാവിൽ നിന്ന്. അനിൽകുമാർ, ഈ FIR എല്ലാം തിരുത്തേണ്ട, ഈ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയിരുന്നു പ്രതിപക്ഷ MLA-മാർക്കെതിരെ, അത് തിരുത്തേണ്ട സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ.
അതെ, നിയമസഭയ്ക്കകത്ത് നടക്കുന്നത് എന്താ നടക്കുന്നത്? അവിടെ ജനങ്ങളെ പൈസ വാങ്ങിച്ച്, ജനങ്ങളെ പറ്റിച്ച്, ജനങ്ങളെ നികുതി പണം എടുത്ത് ഇവരെല്ലാം ഇതായിട്ട് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ സഭ TV എന്തുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ഇത് അവരെടുത്ത് കാണിക്കുന്നില്ല? ഏത് പ്രതിപക്ഷമായിക്കോട്ടെ, BJP ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിട്ട് ഏത് പ്രതിപക്ഷമായിട്ട് ആ പ്രതിപക്ഷത്തിന്റെ അവകാശം എന്തുകൊണ്ട് അത് ആരെങ്കിലും കുടുംബസ്വത്താണ്? ആരുടെയും കുടുംബസ്വത്തല്ലല്ലോ. പിണറായിയുടെയോ സംശയം ആരെയും കുടുംബസ്വത്തല്ല. അല്ല അവർ AKG സെന്ററിൽ നിന്ന് കൊണ്ടുവന്നതോ അല്ല, ഒന്നും കൊണ്ടുവന്നല്ല. സഭ അത് പുറത്ത് കാണിക്കാത്ത ഇവർക്ക് ഇല്ല. ഇത് ഇങ്ങനെ ഇതാണ് പോക്കുന്നെങ്കിൽ പൊതുജനം ഇതിറങ്ങും. പൊതുജനം ഇറങ്ങി അതിനെതിരെ പൊതുജനം ഇറങ്ങി നിൽക്കേണ്ടി വരും. പിന്നെ രണ്ടാമത് നമ്മുടെ പ്ലാപ്പാനി 300 രൂപയ്ക്ക് നമ്മുടെ വോട്ട് ഓരോ ക്രിസ്ത്യാനികളെ 300 രൂപയ്ക്ക് വിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മേലധ്യക്ഷന്മാരും മതാധ്യക്ഷന്മാരും എന്ത് വോട്ട് കച്ചവടം നടത്താൻ വേണ്ടി ഇരിക്കുന്നതാ? അവര് മതത്തിന്റെ പേരിലെങ്കിലും മതം മാത്രം നടത്തിയാൽ മതി. അവരാരെയും വിൽക്കാനൊന്നും വിൽക്കാനൊന്നും വേണ്ട. ആർക്കും വേണ്ടി ഒരു രാഷ്ട്രീയക്കാരനും വേണ്ടി വിൽക്കാൻ പറ്റില്ല. മനസ്സിലായോ? ശരി. സുരേന്ദ്രൻ ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. സുരേന്ദ്രൻ, എത്ര വലിയ തിരിച്ചടിയാണ് ഈ വിഷയത്തിൽ സർക്കാരിനുണ്ടായിരിക്കുന്നത് എന്നാണ് കരുതുന്നത്? എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ FIR തിരുത്താന്ന് പറഞ്ഞതൊന്നും ആദ്യത്തെ സംഭവമൊന്നുമല്ല. FIR അവരുടെ ഫസ്റ്റ് ഇൻഫർമേഷൻ അനുസരിച്ച് FIR രജിസ്റ്റർ ചെയ്യും. അതിനനുസരിച്ച് പിന്നീട് കിട്ടുന്ന ഡോക്യുമെന്റ്സിനനുസരിച്ച് FIR കൂട്ടലും അല്ലെങ്കിൽ കുറയ്ക്കലും കാര്യങ്ങളും ഒക്കെ ചെയ്യാറുള്ള സംഗതിയാണ് ഇത്. പക്ഷെ PDP പറഞ്ഞ KK രമ ഇതിനു മുന്നേ പറഞ്ഞിട്ടില്ല. അവരുടെ കൈ പൊട്ടിന്ന് അവരിത് ഒരു ഇതിനു മുന്നേ പറഞ്ഞിട്ടില്ല. പക്ഷെ അതിനു മുന്നേ VD സതീശൻ പറഞ്ഞു KK രമയുടെ കൈ പൊട്ടി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഈ FIR തിരുത്തി എന്ന് പറഞ്ഞ FIR തിരുത്തുക എന്ന് പറഞ്ഞ വലിയ കാര്യമൊന്നുമല്ല. അത് കിട്ടുന്നതിനനുസരിച്ച് ഇൻഫർമേഷൻ കിട്ടാൻ ഡോക്യുമെന്റ്സും കാര്യങ്ങളും കിട്ടുന്നതിനനുസരിച്ച് അത് വകുപ്പുകൾ ചേർക്കും, കൂട്ടും, കുറയ്ക്കും. ഇതൊക്കെ സാധാരണ നടന്നു വരുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ആ വനിതാ പോലീസിന്റെ കൈ ഒടിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു കുറ്റകരമായിട്ടുള്ള സംഭവം എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അവര് വിളിച്ചിട്ട് ഒരു ചർച്ചയിലും അവരുടെ ഈ പറഞ്ഞ അവർക്കുണ്ടായ ബുദ്ധിമുട്ട് അവര് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അവര് ലൈംഗിക ചുവയോടെ പിടിച്ചു എന്നാണ് പണ്ട് ഒരു വാചകം കണ്ടു. നിങ്ങളുടെ അതുപോലെ മാധ്യമങ്ങളിലും കൂടി കണ്ടതാണ്. അത് ശരിയോ തെറ്റാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അതുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര്. അതിനുള്ള സെക്ഷൻ ഇട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് പോലീസ് അതിനുള്ള സെക്ഷൻ ഇട്ടെന്ന് നോക്കണം. കാരണം അവരും അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ആ ജോലി ചെയ്യുമ്പോൾ അവർക്കുണ്ടായ അനുഭവങ്ങൾ ഇന്ന് അവർ പറഞ്ഞു. അവര് കൈയൊടിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ അവർക്ക് ഇങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായിന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള വകുപ്പ് സെക്ഷൻ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ KK രമയെ പോലെ തന്നെ അവരും അവിടെ ജോലി ചെയ്യുന്ന വനിതകളാണ്. ആ വനിതകളെ കുറിച്ച് ഒരു ചർച്ചകളിലും കൊണ്ടിരുത്തി അവരുടെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്തില്ല. KK രമയെ സംബന്ധിച്ച് ആയിക്കോട്ടെ, അവർ സ്ത്രീയാണ്, അവരെ സംബന്ധിച്ച് എല്ലാം. ശരി, താങ്കൾ പറഞ്ഞു വന്നത് എനിക്ക് മനസ്സിലായി. രാജൻ ചേരുന്നു കൊല്ലത്ത് നിന്ന്. ശ്രീ രാജൻ, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. എന്റെ അഭിപ്രായം ഞാൻ പറയുന്നത്, ഇവിടെ 2 രൂപ പെട്രോളിനും നികുതി കൂട്ടിയപ്പം ഭയങ്കര പെട്രോൾ എന്തോ കൊള്ളയെന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. നികുതി കൊള്ള. എന്നിട്ട് അവസാനം ഈ ഭയങ്കര സമരവും സമരിച്ച് കറുത്ത തുണി പൊക്കി കാണിക്കുന്ന ഓട്ടം ബഹളം തന്നെ. അവസാനം 50 രൂപ ഗ്യാസിന് കൂട്ടി കഴിഞ്ഞപ്പോ ആ സമരം പൊളിഞ്ഞു. ഇപ്പൊ കറുത്ത തുണിയെല്ലാം എനിക്ക് തോന്നുന്നു നിക്കർ തയ്ച്ചിട്ടിരിക്കുകയായി കോൺഗ്രസ്സുകാർ. പിന്നെ KK രമയുടെ ആദ്യം കാണിച്ചത് വലത്തെ കൈയാ പൊട്ടിയെന്നാ കാണിച്ചത്. അത് ആശുപത്രി ചെന്നപ്പോ അത് ഇടത്തെ കൈയായി. ഇപ്പൊ കോൺഗ്രസ്സുകാരെല്ലാം കൂടെ ഒരു KPCC മീറ്റിംഗ് കൂടി തീരുമാനിക്കട്ടെ, എല്ലാന്നോ പൊട്ടിയത് പല്ലാന്നോ എന്നുള്ളത്. ഇപ്പൊ തീരുമാനമായിട്ടില്ല. പിന്നെ ഒരാൾ പറയുന്നത് കേട്ടത് രാജ്യത്തിലെ ആൾക്കാരുടെ നികുതി കൊണ്ട് കൊള്ളയടിക്കുകയാണെന്ന്. ആ സെൻട്രലിലെ വലിയ ആള് നടക്കുന്നത് 8000 കോടിയുടെ വിമാനത്തിലാണ് ഒറ്റയ്ക്ക്. അതുപോലെ തന്നെ 5 ലക്ഷം രൂപയുടെ കോട്ട ഇടുന്നത്. പുള്ളിക്ക് അതൊക്കെ എടുക്കാം. പിണറായി കോണ കൊടുത്തോടെ നടക്കാൻ പറ്റത്തുള്ളൂ. കാസർഗോഡ് നിന്ന് ജിജോ, താങ്കളുടെ അഭിപ്രായം പറയാമോ? നിങ്ങളുടെ ചർച്ച ഇന്ന് ആ നിയമസഭയിൽ നടന്ന ആ കയ്യാങ്കളുടെ FIR തിരുത്തിയതിനെ കുറിച്ചാണ് അല്ലേ? താങ്കളുടെ അഭിപ്രായം പറഞ്ഞു. പക്ഷെ ഈ വിളിക്കുന്നവരൊക്കെ പറയുന്ന ചർച്ചകൾ കേട്ടെങ്കിൽ നമുക്ക് പരിഹാസം തോന്നും. കാരണം ഇവരൊക്കെ ഈ അന്ധമായ രാഷ്ട്രീയം എന്താണ് കൊണ്ടു നടക്കുന്നത് അറിയാം. കാരണം അവിടെ ഈ KK രമയെ മർദ്ദിച്ചു എന്നുള്ളത് വാസ്തവമാണ്. സച്ചിൻ പറയുന്ന MLA ആണ് അതില് ഫേസ്ബുക്കിലൂടെ കൈയുടെ ഇത് മാറ്റിയതൊക്കെ വെളിപ്പെടുത്തത്. രമ വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ. ഒരു സംഘടന നടക്കുമ്പം പിന്നെ ഭരണകക്ഷി ഭാഗത്തേ ഉണ്ടാവുള്ളൂ ഈ ബാച്ചാൻ പാടൊക്കെ. വേറെ ആൾ പറഞ്ഞു ചീമേനി രക്തസാക്ഷിയുടെ. ചീമേനി രക്തസാക്ഷിയൊക്കെ ഞാൻ തരാം ചേട്ടാ, ഞാൻ ചീമേനിക്കാരനാണ് ജോസഫ് എന്ന് പറഞ്ഞ ആള്. അന്ധമായ രാഷ്ട്രീയം പ്രകടിപ്പിക്കാൻ ഈ വേദി ഉപയോഗിക്കരുത്. ശരി.
തിരിച്ചെത്താം. പൊതുവേദി തുടരുന്നു. അജിത്ത് ചേരുന്നു മലപ്പുറത്ത് നിന്ന്. അജിത്ത്, താങ്കളുടെ അഭിപ്രായം പറയാമോ? നിയമസഭയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് വളരെയധികം നിരാശ തോന്നിയിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം വളരെ പ്രാധാന്യപ്പെട്ടിട്ടുള്ള അടിയന്തര പ്രമേയങ്ങൾക്കുള്ള അനുമതി നിഷേധിക്കുക എന്ന് പറഞ്ഞാല് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട്. KSRTCയിലെ വിഷയങ്ങൾ ഇപ്പൊ ഏറ്റവും സങ്കീർണമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ സംബന്ധിച്ചിട്ട് പ്രതിപക്ഷം കൊണ്ടുവന്നിട്ടുള്ള അടിയന്തര പ്രമേയ റിക്വസ്റ്റുകളൊക്കെ നിഷ്കരണം തള്ളിക്കളയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ്. ഞാൻ KSRTCയിലെ ഒരു എംപാനൽ തൊഴിലാളിയാണ്. എന്റെയൊക്കെ ജോലി നഷ്ടപ്പെട്ടിട്ട് കാലം കുറയായി. ഞങ്ങളെ പുനരധിവസിപ്പിക്കാം, ഞങ്ങളെ സ്ഥിരപ്പെടുത്താം എന്ന് പറഞ്ഞത് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഇതുവരെ നടപ്പിലായിട്ടില്ല. ഇപ്പൊ KSRTCക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള നിലപാടുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്ത് പൊതു ജനസമക്ഷം കൊണ്ടുവരേണ്ട വിഷയങ്ങളുണ്ട്. ഇതിൽ സ്വകാര്യവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇടതുപക്ഷ നയമല്ല KSRTCയിൽ നടപ്പാക്കുന്നത് എന്ന് CPIM-ന്റെ തന്നെ കേന്ദ്ര കമ്മിറ്റി മെമ്പറായിട്ടുള്ള സഖാവ് AK ബാലൻ തുറന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതാ. ഈ മന്ത്രി കാട്ടിക്കൂട്ടുന്ന ഇടതുപക്ഷത്തിന്റെ നയമെല്ലാം എന്നുള്ളത് CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി മെമ്പറായിട്ടുള്ള സഖാവ് AK ബാലൻ പറഞ്ഞിട്ടുള്ളതാ. സഖാവ് ആനന്ദര പോലുള്ള സഖാക്കന്മാർ നിരന്തരം സമരം ചെയ്ത തൊഴിലാളികളുടെ വിഷയങ്ങൾക്ക് ഈ വിഷയം ചർച്ച ചെയ്യണ്ടേ? ഇതിന് സമ്മതം കൊടുക്കണ്ടേ? ഈ ഗവൺമെന്റ് ഇത്തരത്തില് ഈ തൊഴിലാളി വിരുദ്ധ നിലപാട് പോയാൽ എങ്ങനെ ശരിയാവുക? അപ്പൊ അതുകൊണ്ടൊക്കെ വളരെയധികം നിരാശ തോന്നിയിട്ടുണ്ട്. നിയമസഭയിൽ നടക്കുന്ന കാര്യങ്ങൾ അടിയന്തര പ്രമേയങ്ങൾക്ക് അനുമതി കൊടുക്കണ്ടേ, ചർച്ച ചെയ്യണ്ടേ? മനസ്സിലായി താങ്കൾ പറഞ്ഞത്. അടുത്ത കോളിലേക്ക് പോകുന്നു. റഷീദ് ചേരുന്നു കൊയിലാണ്ടിയിൽ നിന്ന്. റഷീദ്, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. അതായത് തുടർ ഭരണം ലഭിച്ചു എന്നതിന്റെ പേരിൽ എന്തും ചെയ്യാൻ തയ്യാറാവുന്ന ഒരു സർക്കാർ, അത് ഒരു തരത്തിലും ഭൂഷണമല്ലല്ലോ. ജനകീയ പ്രശ്നങ്ങൾ അത് അവതരിപ്പിക്കേണ്ടതും അതേക്കുറിച്ച് പറയേണ്ടതും എവിടെയാണ്? നിയമനിർമ്മാണ സഭകളിലല്ലേ? അപ്പൊ ആ നിർമ്മാണ സഭകളില് ഇതൊന്നും അനുവദിക്കില്ല എന്ന് പറയുന്നത് ധിക്കാരമല്ലേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗോവിന്ദൻ മാഷ് പറഞ്ഞതെന്ന് വെച്ചാല് ഒരു 20-25 കൊല്ലം നമുക്ക് ഈ തുടർഭരണം കിട്ടിക്കഴിഞ്ഞാൽ സിംഗപ്പൂരും മലേഷ്യയും പോലെ ആക്കും കേരളം എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. അപ്പൊ തുടർഭരണം ലഭിച്ച ത്രിപുരയും അതേപോലെ തന്നെ ബംഗാളിൽ ഇപ്പോൾ ഏതാണ്ട് സിംഗപ്പൂരും മലേഷ്യയും പോലെ തന്നെയാണ്. അതേപോലെ കേരളം ആവും എന്നാണോ പറയുന്നത്? അപ്പം എന്തും അതായത് അധികാരത്തിന്റെ ദണ്ഡ് ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യത്തെ കൊല ചെയ്യുന്ന ഒരു രീതി ശരിയല്ലല്ലോ. അത് ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ലല്ലോ. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് നാട്ടിൽ, ആ പ്രശ്നങ്ങളൊക്കെ നിയമസഭയിൽ അവതരിപ്പിച്ചുകൊണ്ട് അത് ചർച്ച ചെയ്ത് പരിഹാരം തേടുന്നതിന് പകരം അതൊന്നും ഞങ്ങൾ ഇവിടെ അനുവദിക്കയില്ല എന്ന് പറയുന്നിടത്തേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. അത് ശരിയല്ലല്ലോ. ശരി. MP മണി ചേരുന്നു ഷൊർണൂരിൽ നിന്ന്. ശ്രീ മണി, താങ്കളുടെ അഭിപ്രായം പറയാമോ? ഈ ജനാധിപത്യം എന്ന് പറയുന്ന വാക്കിന് വളരെ വിശാലമായ അർത്ഥമാണുള്ളത്. അതായത് നാടിന്റെയും ജനങ്ങളുടെയും പ്രശ്നങ്ങൾ പഠിക്കുകയും അതിന് പരിഹാരം കാണുകയും വേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ആ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ് ഈ ഗുണ്ടകളെ പോലും നാണിപ്പിക്കുന്ന സംഭവങ്ങൾ നമ്മൾ ഈ ടിവിയിലൂടെ കാണുന്നത്. അപ്പോ ഈ ജനാധിപത്യം വിവരവും വിദ്യാഭ്യാസവും നല്ല ചിന്തകളും ഇല്ലാത്തവരുടെ കയ്യിൽ കിട്ടിയാൽ ഇത്രയും ദുഷിച്ചു പോകുന്ന ഒരു ഭരണക്രമമില്ല എന്നാണ് പറയുന്നത്. അതാണിപ്പോ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രേ പറയാനുള്ളൂ. ശരി. ജോസഫ് ചേരുന്നു ബംഗളൂരുവിൽ നിന്ന്. ശ്രീ ജോസഫ്, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. ഇത് നോക്കിക്കഴിഞ്ഞാല് സ്പീക്കറുടെ റൂമിന്റെ മുന്നിൽ UDF അംഗങ്ങൾ കുത്തിയിരിക്കുന്നു. അവിടെ എന്താ പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമല്ല. അവിടെ എന്തിനാണ് ഭരണകക്ഷി MLA-മാർ അവിടെ വരേണ്ട ആവശ്യം എന്താണ്? അവിടെ വാച്ചാഴ്പാടുണ്ടായിരുന്നു. അവരതെന്തെങ്കിലും പ്രശ്നം, ലോ ആൻഡ് ഓർഡർ പ്രശ്നം അവർ നോക്കുമായിരുന്നു. എനിവേ അത് കഴിഞ്ഞു. സംഘർഷം ഉണ്ടായി കഴിഞ്ഞ് 2 വർഷത്തൊന്നും കേസ് കൊടുത്തു. പ്രതിപക്ഷ അംഗങ്ങളുടെ എടുത്ത കേസുകൾക്ക് ജാമ്യമില്ല സെക്ഷൻ ആഡ് ചെയ്തു. ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ചോദ്യം അതാണ്, എല്ല് പൊട്ടിയിട്ടില്ല വാച്ചാപ്പാട്ടില് എന്നുള്ളതാണ്. ഈ ഇന്നത്തെ ഇത്രയും ഹൈ ടെക്നോളജി ഉള്ള ഈ കാലത്ത് ഇപ്പൊ ഈ സംഭവം നടന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞു. ആ എക്സ്റേയിൽ കൂടെ ഒരു എക്സ്റേ എടുക്കാനോ ഒരു MRI എടുക്കാനുള്ള സംവിധാനം നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ അവർക്ക് എടുക്കുകയും ഇങ്ങനെ തെറ്റുപറ്റി ഞങ്ങൾ FIR ഇട്ടതിൽ ഇതില്ല, എല്ല് പൊട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇത് ജാമ്യമില്ലാ സെക്ഷൻ ഞങ്ങൾ മാറ്റുന്നു എന്ന് പറയുന്നതിന് പറയേണ്ട ആരാണ്? ഇവിടുത്തെ മുഖ്യമന്ത്രിയാ പറയണ്ടേ. അദ്ദേഹമാണ് ആഭ്യന്തര കൈകാര്യം ചെയ്യുന്നത്. അപ്പം അദ്ദേഹം ഭയങ്കര ധിക്കാരിയാണ്. ജനങ്ങളെ അവിടെയുള്ള ഓപ്പോസിഷൻ നമ്മുടെ
മാത്യു കുഴൽനാടോടൊക്കെ അദ്ദേഹം സംസാരിക്കുന്ന ആ ലാംഗ്വേജും അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് കണ്ടു കഴിഞ്ഞാൽ ഇതെന്തോ ഭയങ്കര ഗുണ്ടയാണ് എന്നുള്ള നിലയാണ്. ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. ഇത് നമ്മളെല്ലാവരും കൂടി എലക്ട് ചെയ്തിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് ഒരു മോഡസ്റ്റി വേണ്ടേ ആളോട് പെരുമാറുമ്പോഴത്തേന്? താങ്കളുടെ പോയിന്റ് മനസ്സിലായി. ഞാൻ ഇടപെടുന്നു. ചന്ദ്രൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ചന്ദ്രൻ, താങ്കളുടെ അഭിപ്രായം പറയാമോ? മാഡം, ഈ പ്രതിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യ പ്രക്രിയയിലൂടെ ഏതാനും വോട്ടുകൾ കുറഞ്ഞതിന് ശേഷം അവർ പ്രതിപക്ഷത്തായി പോവുകയാണ്. എങ്കിൽ തന്നെയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ അവതരിപ്പിക്കുകയും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും തീർച്ചയായിട്ടും നമ്മുടെ ഭരണകർത്താക്കൾ അതിന് സഹകരിക്കണം. സഹകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ വിഷയങ്ങൾ അവിടെ അവതരിപ്പിക്കാൻ പറ്റാതെ ഒരു ഇറങ്ങിപ്പോക്ക് നടത്തി കാര്യങ്ങൾ ജനങ്ങൾക്ക് ദോഷകരമായിട്ടുള്ള ബില്ലുകൾ പാസ്സാക്കുക, മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഒരു കാരണവശാലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിപക്ഷം എന്ന് പറയുന്ന ഏതാനും വോട്ടുകൾ കിട്ടിയില്ലാത്തത് കാരണം കൊണ്ട് അവർ രണ്ടാം സ്ഥാനത്തായി പോയാണ്. അവർക്ക് വന്ന് വെച്ചാൽ പ്രാതിനിധ്യം കൊടുക്കണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. നന്ദി ശ്രീ ചന്ദ്രൻ വിളിച്ചതിന്. പൊതുവേദിയുടെ സമയം പൂർണ്ണമാവുന്നു. നമസ്കാരം.